ഹായ് പ്രിയ കൂട്ടുകാരെ, എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ അരിമാവും ഉഴുന്നും കൊണ്ടൊരു മുറുക്കുണ്ടാക്കാനാണ് പോകുന്നത്. മുള്ള മുറുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ അളവിൽ 2 നാഴി. ഏതളവ് വേണമെങ്കിലും എടുക്കാം, അവരവരെ ആവശ്യത്തിനുള്ള അളവ് പാത്രം എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഈ പാത്രത്തിന് 2 പാത്രം പത്തിരിക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന പൊടിയാണ് ചേർക്കുന്നത്. ഇത് രണ്ടളവിന് ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഉഴുന്ന് പൊടിയാണ്. ഉഴുന്ന് വാങ്ങിച്ച് കഴുകി ഉണക്കി പൊടിച്ചെടുത്തതാണ്. ഇത് ഉഴുന്ന് പൗഡർ അരിപ്പൊടിയോടുകൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാമേ. എല്ലാം കൂടി കൈ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഉഴുന്ന് മാവ്, അരിപ്പൊടി, ഉപ്പ്, ഇത് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. കുഴച്ചതെന്ന് വെച്ചാൽ മീൻസ് എല്ലാം പൗഡർ, അരി പൗഡറും ഉഴുന്ന് പൊടിയും ഉപ്പും കൂടി നന്നായിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഒരു തേങ്ങയുടെ പാൽ നല്ല തിക്കായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. നമ്മൾ തിളപ്പിച്ച തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങാപ്പാൽ തിളപ്പിക്കുന്നതെന്ന് വെച്ചാൽ മാവ് അല്ലെങ്കിൽ പച്ചപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ മാവ് നമ്മൾ വിചാരിക്കുന്നത് പോലെ മുറുകി കിട്ടത്തില്ല. അതുകൊണ്ടാണ് തിളച്ച വെള്ളം തന്നെ ഒഴിക്കുന്നത്, തേങ്ങാപ്പാൽ തിളപ്പിച്ചൊഴിക്കുന്നത്. ഇതിനോടൊപ്പം കുറച്ച് തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തിളച്ച വെള്ളം നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. അത് നമ്മൾ പത്തിരിക്ക് മാവ് എങ്ങനെ കുഴയ്ക്കുന്നോ അതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതൊന്ന് തണുത്തതിന് ശേഷം കൈ വെച്ച് തന്നെ നന്നായിട്ട് കുഴച്ച് പത്തിരിക്ക് കുഴയ്ക്കുന്ന രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ നെയ്യ് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇങ്ങനെ ഉണ്ടാക്കുന്ന മുറുക്ക് നല്ല ടേസ്റ്റിയാണ്. വീട്ടിൽ ഒരല്പം അരിപ്പൊടി ഒരല്പം ഉഴുന്നും ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ഞാൻ സാദാ മുറുക്കാണ്, തേങ്ങാപ്പാൽ ചേർത്തുള്ള സാദാ മുറുക്കാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ചില്ലിട്ടാണ് ഞാൻ മുറുക്കുണ്ടാക്കുന്നത്. മാവൊക്കെ നല്ല കുഴച്ച് വെച്ചതിന് ശേഷം നല്ല കട്ടിയുള്ള ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പയിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിന് ശേഷം സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഇത് പൊരിച്ചു കോരേണ്ട സൺഫ്ലവർ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സേവനാഴിയിൽ മാവാക്കിയതിന് ശേഷം ഇതുപോലെ ഈസി ആയിട്ട് കറക്കിയെടുക്കാനേ ഉള്ളേ. ഓരോരുത്തർക്ക് എത്ര വലുപ്പത്തിൽ വേണോ ആ വലുപ്പത്തിൽ നമുക്ക് മുറുക്കിൻ്റെ രീതിയിൽ മുറുക്കിയെടുത്ത് എണ്ണ തിളയ്ക്കുമ്പോൾ അതിലോട്ട് ചേർക്കാവുന്നതാണ്. നമ്മുടെ എണ്ണ നല്ല തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്ന മുറുക്കിട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഇനി നമ്മൾ തീ കൂടിയ തീയിൽ വെക്കരുത്. മീഡിയം സൈസിൽ തീ വെച്ച് ചെറുതായിട്ടൊന്ന് കുറച്ച് മുരിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് പൊരിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ മീഡിയം സൈസിലാണ് തീ വെച്ചേക്കുന്നത്. തിരിച്ചിടേണ്ട സമയമായിട്ടുണ്ട്. അത് മുരിയുമ്പോൾ തന്നെ ഇളകി അത് മാറിക്കോളും കേട്ടോ. ഇതിപ്പോൾ സ്പൂൺ തൊടാതെ തന്നെ എല്ലാം ഇളകി കിടക്കുന്നുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ച് മാത്രമേ ഇട്ട് കൊടുക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് കേട്ടോ.
ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാനേ ഉള്ളൂ. നമ്മൾ ഉണ്ടാക്കിയ മുറുക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളെടുത്ത അളവെന്ന് വെച്ചാൽ ഏത് കപ്പിനാണോ അരിപ്പൊടി എടുക്കുന്നത്, രണ്ട് കപ്പ് അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ 1 കപ്പ് ഉഴുന്ന് പൗഡർ തന്നെ എടുക്കണം. അങ്ങനെ ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ഇതിന് 2 കപ്പ് അരിപ്പൊടിയും 1 കപ്പ് ഉഴുന്നും എടുത്തതാണ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് ഇടാനും മറക്കരുത് കേട്ടോ. ഞാൻ ഈ ഉണ്ടാക്കിയ മുറുക്കുകളെല്ലാം ഇതുപോലെ ഒരു പാത്രത്തിനകത്ത് കാറ്റ് കയറാതെ അടച്ചു വെച്ചേക്കാനാണ് ഈ പാത്രം എടുത്ത് വെച്ചേക്കുന്നത്.